നാട്ടുകുളിഷന്റെ ന്യൂസ് എച്ച് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. മണ്ണാർക്കാട് താലൂക്ക് ഹോസ്പിറ്റലിൽ സ്നേഹ ഇഫ്താറിന് തുടക്കമായി. മുസ്ലിം യൂത്ത് ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിൽ സ്നേഹ ഇഫ്താറിന് തുടക്കമായി. ആശുപത്രിയിലെ രോഗികൾക്കും സഹായികൾക്കും വിഭവസമൃദ്ധമായ ഇഫ്താറാണ് ഒരുക്കിയിരിക്കുന്നത്. റമളാനിൽ മുഴുവൻ ദിവസങ്ങളിലും നോമ്പ് തുറക്കാനുള്ള സൗകര്യം യൂത്ത് ലീഗ് കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട്. പെരുന്നാൾ ഭക്ഷണത്തോടെ സ്നേഹ ഇഫ്താർ സമാപിക്കും. താലൂക്ക് ഹോസ്പിറ്റലിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ഷമീർ പഴേരി അധ്യക്ഷത വഹിച്ചു. മുനീർ താളിയിൽ സ്വാഗതം പറഞ്ഞു. കെ ആലിപ്പുവാജി, കെ ടി അബ്ദുള്ള, ഹുസൈൻ കളത്തിൽ, അഡ്വക്കേറ്റ് നഫൂൻ കളത്തിൽ എന്നിവർ സംസാരിച്ചു. സക്കീർ മുല്ലക്കൽ, സമീർ വേലക്കാടൻ, ഷൗക്കത്ത് പുറ്റാനിക്കാട്, സമദ് പൂവക്കോടൻ, ഷമീർ മാസ്റ്റർ, ഹാരിസ് കോൽപ്പാടം, ഷമീർ നമ്പിയത്ത്, ഷരീഫ് പച്ചേരി, പടിവിൽ കുഞ്ഞു മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. പരിശുദ്ധ റമദാനിലെ ആത്മസംസ്കരണത്തിൻ്റെ മാസത്തിൽ എല്ലാ വർഷവും ഇതുപോലെ നിയോജകമണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റി ഇവിടെ താലൂക്ക് ഹോസ്പിറ്റലിൽ കിടപ്പ് രോഗികൾക്കും അവരുടെ കൂട്ടിരിക്കുന്ന ആളുകൾക്കും ഇഫ്താറും അതുപോലെ പെരുന്നാൾ വരെയുള്ള ഒരു മാസക്കാലം അവർക്ക് വിഭവസമൃദ്ധമായ നോമ്പുറക്കുള്ള മുഴുവൻ സാധനങ്ങളും അതോടൊപ്പം പെരുന്നാളിന് വിഭവസമൃദ്ധമായ ബിരിയാണി കൂടി കൊടുത്തുകൊണ്ടാണ് ഇതിന് പര്യവസാനം കുറിക്കുന്നത്. കഴിഞ്ഞ വർഷം മുതൽ അൽമ ഹോസ്പിറ്റലിൽ കൂടി യൂത്ത് ലീഗ് ഇത്തരം കാരുണ്യ പ്രവർത്തനം നടത്തുകയാണ്. വളരെ നമുക്കറിയാം, വിശക്കുന്നവൻ്റെ വയറിന് ആ വിശപ്പകറ്റുക എന്നുള്ളത് മുസ്ലിം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പരിശുദ്ധ റമദാൻ അല്ലാത്ത മാസങ്ങളിലും കാരുണ്യ പ്രവർത്തനമുണ്ട്. എന്നാൽ മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധ റമദാനിൽ ഓരോ വാർഡുകളിലും പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷ്യധാന്യ കിറ്റായിക്കൊണ്ടും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിലുള്ള ഡയാലിസിനുള്ള ഫണ്ട് സമാഹരണവും അതുപോലെ മറ്റുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടാണ് പാർട്ടി അതിൻ്റെ യൂത്ത് ലീഗ് പോഷക സംഘടനകളായ യൂത്ത് ലീഗ് ആയാലും MSF ആയാലും ഒക്കെ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഇന്ന് തന്നെ മുണ്ടക്കുന്ന് വനിതാ വിങ്ങിൻ്റെ അവരാണ് ഇന്നത്തെ ഈ ഭക്ഷണം സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടന വനിതാ ലീഗ് കൂടി ഇത്തരം കാരുണ്യ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്കൊക്കെ അറിയാം. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തുന്നത് കാരുണ്യ പ്രവർത്തനങ്ങൾ മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലക്കാണ്. നമുക്കറിയാം, ആ ഒരു മാസക്കാലം ഇവിടെയുള്ള മുഴുവൻ രോഗികൾക്ക് അതുപോലെ തന്നെ ഡയാലിസിൻ്റെ രോഗി അവർക്ക് കൂട്ടിരിക്കുന്ന ആളുകൾക്ക്, വരുന്ന ആളുകൾക്ക്, അതുപോലെ ഇവിടെയുള്ള അപ്പോഴുള്ള സ്റ്റാഫുകൾക്ക് മുഴുവൻ ആവശ്യമുള്ള എല്ലാവർക്കും വളരെ വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകിക്കൊണ്ടാണ് സ്വീകരിക്കുന്നത്. മുൻകാലങ്ങളിൽ ഞങ്ങൾക്ക് ഇതിന് സഹായിച്ച മുഴുവൻ ആളുകളെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഈ പ്രവർത്തനം എല്ലാ വർഷവും നിലനിർത്താൻ ഈ പാർട്ടിക്ക് കഴിയട്ടെ. നിങ്ങളുടെയൊക്കെ പിന്തുണയും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും ഞങ്ങൾക്ക് ഉണ്ടാവണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇത് ഔപചാരികമായി തുടക്കം കുറിച്ചതായി വെച്ചുകൊണ്ട് നിർത്തുന്നു.